ഒലക്ട്ര ഗ്രീൻ ടെക്കിൻ്റെ ചാർട്ട് അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. കംപ്ലീറ്റ്ലി പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം ഇതിനകത്തുള്ള എൻട്രി എക്സിറ്റുകൾ, പിന്നെ പുതിയൊരു എൻട്രി ഉണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ എവിടെ വരെ ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ചാർട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു അപ് ട്രെൻഡിലുള്ളൊരു ചാർട്ട് തന്നെയാണ്. അപ്പം നമുക്കിതിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടുന്ന് നമുക്കറിയാം, ഇവിടുന്ന് നമുക്കൊരു സപ്പോർട്ട് വരയ്ക്കാം. ഇച്ചിരി നീട്ടി വരയ്ക്കാം. പിന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് വരയ്ക്കാം. അപ്പം ഇവിടെ നിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ലോയിൽ തന്നെ ഒരു എൻട്രി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനത് കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തോരം പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളൊരു അതാണ്. ഇവിടെ ഒരു എൻട്രി കണ്ടെത്തി കയറുവാണെന്നുണ്ടെങ്കിൽ, കയറിയായിരുന്നുവെങ്കിൽ അത് കണ്ടോ എന്തോരോ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുക. അതിപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഈ ഒരു കാണുന്ന ഈ ഒരു ലൈനിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ പോലും ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തോരം പ്രോഫിറ്റ് അവിടെ ഒപ്പിക്കാറുന്നതാണ് കേട്ടോ. അത് ആ ഒരു ഹോൾഡ് ചെയ്യാനുള്ളൊരു മൈൻഡാണ്. പിന്നെ നമുക്കിനിയും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ പറയുമായിരുന്നു ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിലെന്ന്. അല്ല, പറയുന്നത് ഞാനിത് ഹോൾഡ് ചെയ്തിട്ടില്ല, വേറെ കാര്യം. അപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട്, ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഇവിടെ ഒരു ഫോള് വന്നിട്ടുണ്ട്. അത് 2020 റേഞ്ചിലെ കൊറോണയുടെ സമയത്തായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പഴയതിനെ പറ്റി എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറ്റാം. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചു, നമുക്കിവിടെ റെസിസ്റ്റൻസ് വരയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ, ബാക്കി നമുക്ക് വരച്ച് അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും മാർക്ക് ചെയ്യാം. അപ്പം പുതിയൊരു എൻട്രി നമുക്കിപ്പം നിലവിലില്ല. പുതിയൊരു എൻട്രി വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും. നിങ്ങൾക്കത് വരച്ച് നോക്കാം. നിങ്ങൾക്കൊരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കയറുക. ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിൽ ഇവിടെ ആയിരിക്കും ഒരു റെസിസ്റ്റൻസ് വരുന്നത്. അവിടെ വരെ നമുക്കത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നേരത്തെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എക്സിറ്റ് അടിക്കുക. കാരണം സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, അപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കത്തില്ല നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. കാരണം നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ടാർഗറ്റും അതേപോലെ തന്നെ. അപ്പം എപ്പോഴും ഓർക്കുക, കാരണം ഇവിടെ ഒരു ബ്രേക്ക് നടന്നാൽ അടുത്തൊരു എക്സിറ്റ് അല്ല, ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും മുകളിലായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീക്കിലി എടുത്തേക്കുന്നത് ലോങ് ടൈം റിവ്യൂ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വീക്കിലി ടൈം ഫ്രെയിം എടുത്തേക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നാണ്ട് ഇവിടെ നിന്നൊക്കെ ഒരു എൻട്രി എടുത്തവർ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുള്ളവർ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ നിൽക്കും. അത് ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് ചാൻസ്. അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. പിന്നെ നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അലർട്ടായിരിക്കേണ്ട സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പേടിക്കേണ്ട, ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. അല്ലാത്ത പക്ഷം ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അടുത്തൊരു എൻട്രി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. എപ്പോഴും നമ്മളിപ്പം നേരത്തെ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് ചാടി കയറുന്നതിലും ഭേദം ബ്രേക്ക് ഔട്ട് നടക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാർട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ അലേർട്ട് ഇട്ട് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻട്രി എടുക്കുക. വേണമെങ്കിൽ പ്രൈസ് അലേർട്ട് ഇട്ട് വെക്കാം. മാനുവലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ്
ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.